നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തലമുറകൾ കൈമാറി പിന്നാലെ വരുന്നവർക്കായി ഏൽപ്പിച്ചു കൊടുക്കാൻ കാലം സമ്മാനിച്ചതാണ് പ്രകൃതിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്ക് രണ്ടാം ഘട്ട നിർമ്മാണം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. CITU AITUC മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല തൊഴിലാളികൾ ഡയറക്ടർ ഓഫ് ഫാം ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുൻ മന്ത്രി CN ബാലകൃഷ്ണൻ അനുസ്മരണ ദിനം വിവിധ കോൺഗ്രസ് കമ്മിറ്റികൾ സമുചിതമായി ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നമ്മുടെ പ്രകൃതി ചൂഷണത്തിന് വിധേയമാക്കാനുള്ളതല്ലെന്നും തലമുറകൾ കൈമാറി വരുന്നവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കാലം സമ്മാനിച്ചതാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. പ്രകൃതിയെ സംരക്ഷിച്ച് സമൂഹത്തെ മാലിന്യമുക്തമാക്കാനും നവകേരളത്തിന്റെ യാത്രയിൽ ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാനും എല്ലാവരും ഒരുമിച്ച് മുന്നേറണം. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ഹരിത പദവി പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടെന്നും രാജ്യത്തെ ഏറ്റവും നല്ല ജനകീയാസൂത്രണ പ്രക്രിയയിൽ കുടുംബശ്രീ പ്രവർത്തിക്കുന്ന സ്ഥലം കേരളമാണെന്നും ലോകത്തിന് മുൻപിൽ മേന്മ ലഭിക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലൂടെ ഇന്ത്യ നടക്കുന്നതിന് മുൻപ് കേരളം മാറിയെന്നും കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന കാര്യം ഇന്നും ലക്ഷ്യം കണ്ടിട്ടില്ലെന്നും കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് വിലപിടിപ്പുള്ള കാറിൽ റോഡരികിൽ നിർത്തിയ ശേഷം സ്വന്തം വീട്ടിലെ മാലിന്യം നിറച്ച കവർ സുദർശന ചക്രം പോലെ ചുഴറ്റി പാടത്തേക്കെറിയുന്നതിൽ കിട്ടുന്ന സന്തോഷം തന്റെ കുട്ടിയടക്കം കുടിക്കുന്ന വെള്ളം താൻ വലിച്ചെറിഞ്ഞ മാലിന്യത്തിന്റെ അംശമുള്ളതാണെന്ന് തിരിച്ചറിയുമ്പോഴും കിട്ടുമോ എന്ന് മന്ത്രി ചോദിച്ചു. 30 ലോക മാലിന്യ വിമുക്ത ദിനമായിട്ടുള്ള മാർച്ച് 30 അവസാനിക്കുന്ന വിധത്തിൽ ലോകത്തിന്റെ മുമ്പിൽ കേരളം മാലിന്യമുക്ത നവകേരളമാകാൻ വേണ്ടി പോകുന്ന എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളിലേക്ക് കേരളം നടക്കുകയാണ്. കേരളത്തിൽ നമുക്കറിയാം, ലോകത്തിന്റെ മുന്നിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒറ്റയേറെ അവാർഡുകൾ നേടിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. പൊതുവിദ്യാഭ്യാസത്തിൽ ലോകത്തിന്റെ ഒന്നാമത് കേരളമാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഒന്നാമത് കേരളമാണ്. എല്ലാവർക്കും ഭൂമി നൽകുന്ന ഭൂപരിഷ്കരണ നിയമത്തിലേറെ മുമ്പിലാണ് കേരളം. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കേരളം കാലെടുത്ത് വയ്ക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും നല്ല ജനകീയാസൂത്രണ പ്രക്രിയയും കുടുംബശ്രീയും നടത്തുന്ന സംസ്ഥാനം ഈ കേരളമാണ്. കേരളത്തിന് ലോകത്തിന്റെ മുമ്പിൽ മേന്മ നടിക്കാൻ കഴിയുന്ന എത്രയോ അനുഭവങ്ങളിലൂടെ ഇന്ത്യ നടക്കുന്നതിന് മുമ്പേ നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറി എന്ന് മാത്രമല്ല, ലോകത്തിന്റെ പല രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തി ലോകത്തിന്റെ മുമ്പിലും കേരളത്തിന് നടക്കാനാകുന്നു. പക്ഷെ കേരളം ഇപ്പോൾ പരാജയപ്പെടുന്ന പ്രശ്നങ്ങളിലൊന്ന് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ലോകം കേരളത്തിനോട് പറയും, നിങ്ങൾ പല വിധത്തിൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നവരാണെങ്കിലും നിങ്ങളുടെ മാലിന്യം എന്ന ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? തോട്ടിയുടെ മകനിൽ എഴുതിയതുപോലെ നാട്ടിലെ തോട്ടി ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ വിസർജ്യങ്ങൾ കവിഞ്ഞു ചോക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ മാലിന്യന്മാരായി നടക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് പോലെ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന ബോധമണ്ഡലത്തിലേക്ക് കടക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നീർച്ചാലുകൾ വിഷമാലിന്യം കൊണ്ട് നിറയ്ക്കുന്നു. സ്വന്തം ശരീരം പോലെ വീടും സമൂഹവും വൃത്തിയാക്കിയെടുക്കാനുള്ള പോരാട്ടത്തിൽ എല്ലാവരും പങ്കാളികളാകണം. കേരള കാർഷിക സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP രവീന്ദ്രൻ, ഇന്ദിരാ മോഹൻ, മിനി ഉണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ രാജേഷ് എന്നിവരും ജനപ്രതിനിധികളും മാലിന്യമുക്ത കേരളം ജില്ലാ ഓഫീസർ ദീപിക ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായിരുന്നു.
നഗരയുണർന്നു. കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം പ്രൗഢമായി. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം പ്രമേയത്തിൽ തൃശൂർ ആമ്പല്ലൂരിൽ ഡിസംബർ 27, 28, 29 തീയതികളിൽ SYS പ്ലാറ്റിനം ഇയർ സമാപന സമ്മേളനം കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം പ്രാസ്ഥാനിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പ്രൗഢമായി നടന്നു. കാൽനാട്ടൽ ചടങ്ങ് SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹത്ത് സഖാഫി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ PSK മൊയ്തു ബാഗവി, IMK ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മജീദ് കക്കാട്, CP സെയ്ദലവി മാസ്റ്റർ ചെങ്ങര എന്നിവർ പ്രസംഗിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഗവി തങ്ങൾ പന്തൽ കാൽനാട്ടൽ ചടങ്ങിന് നേതൃത്വം നൽകി. 10,000 സ്ഥിരം പ്രതിനിധികളും 3 ലക്ഷം സന്ദർശകരും എത്തുന്ന സമ്മേളന നഗരിയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. പ്രോഗ്രാമുകൾക്ക് പുറമെ എക്സ്പോകൾ, പുസ്തകലോകം, എജുസൈൻ തുടങ്ങിയ അനുബന്ധ പരിപാടികൾക്കു വേണ്ടി 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങുന്ന പന്തലിന്റെ കാൽനാട്ടൽ കർമ്മമാണ് നടന്നത്. 9 കേന്ദ്രങ്ങളിൽ നിശ്ചയിച്ച് മഖാമുകളിലെ സിയാറത്തിന് ശേഷം പ്രവർത്തകരും സംഘടനാ സാരഥികളും സമ്മേളന നഗരിയിലേക്ക് എത്തി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പുതിയ OP ബ്ലോക്കിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. ആശുപത്രി അങ്കണത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷയായി. TK സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി, ഡോക്ടർ P സജീവ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി. PR അരവിന്ദാക്ഷൻ, ശ്രീദേവി രതീഷ്, വിവിധ രാഷ്ട്രീയ കക്ഷികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മുടെ ആശുപത്രിയിലെ 18.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലാണ്. ഇപ്പോൾ നമുക്ക് ഐസൊലേഷൻ വാർഡ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യ ബ്ലോക്കിന്റെ പ്രവൃത്തി സജീവ് ഡോക്ടർ കൂടി പറയും, ഒരു 30 ലക്ഷം രൂപ കൂടി NHMൻ്റെതായി നമുക്ക് ലഭിക്കുന്നതോടുകൂടി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇപ്പോഴത്തെ നമ്മുടെ കാഷ്വാലിറ്റി ബിൽഡിങ്ങിന്റെ പ്രവർത്തനവും അതിൻ്റെ ഫിനിഷിംഗ് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ആശുപത്രിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ജില്ലാ ആശുപത്രി എന്ന രീതിയിലുള്ള ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഈ OP ബ്ലോക്ക് കെട്ടിടം നിർമ്മിക്കുമ്പോൾ G+2 എന്ന നിലയിൽ ഉള്ള കെട്ടിടമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് നേരത്തെ അനുവദിക്കപ്പെട്ട തുക വിവിധ കാരണങ്ങളാണ്. നമുക്കറിയാലോ, OP ബ്ലോക്കിന്റെ അവിടെ മണ്ണെടുത്താണ് ആ കെട്ടിടത്തിന് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. വടക്കാഞ്ചേരി അല്ലെങ്കിൽ ഒട്ടുപാറ പട്ടണത്തിലെ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആശുപത്രി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം നിലയ്ക്കാതെ വേണമല്ലോ സർജറി നടത്താൻ. അപ്പൊ ആശുപത്രിയുടെ പുത്തൂർ പഞ്ചായത്ത് കേരളോത്സവം സമാപന ചടങ്ങ് റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഇടങ്ങളിലായി സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിൽ 131 പോയിന്റ് നേടി മരത്താക്കര യുവജന സംഘം 1ാം സ്ഥാനം നേടി. പുത്തൂർ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 2ാം സ്ഥാനവും കോക്കാത്ത് ശിവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിത് PS, ലിബി വർഗീസ്, സ്കൂൾ PTA പ്രസിഡന്റ് സുധീർ, ക്ലബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. നമുക്ക് നല്ലതുപോലെ സംഘടിപ്പിക്കാനായി. അടുത്ത വർഷം കേരളോത്സവം സംഘടിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവും. നേരത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നിർത്തിയത് അതാണ്. അടുത്ത തവണ കേരളോത്സവം നടക്കുമ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം നല്ല ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നമ്മുടെ മനോഹരമായി പണി തീർക്കുന്ന പുതിയ ഗ്രൗണ്ടിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ഇതിൻ്റെ പിന്നിലത്തെ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് ഉണ്ടാക്കാനുള്ള 2 കോടി രൂപ കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രൗണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, അതിനൊരു പ്രത്യേക ഗേറ്റ് പണിത് പഞ്ചായത്തിൻ്റെ അധീനതയിൽ അത് നമ്മുടെ പൊതുപരിപാടികൾക്ക് കൂടി വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഗ്രൗണ്ടായിട്ട് മാറും. അപ്പോൾ അടുത്ത തവണ നമ്മുടെ ഗ്രൗണ്ട് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ മനോഹരമായിട്ടുള്ള പുത്തൂരിൻ്റെ കേരളോത്സവം നടത്താൻ കഴിയുക എന്ന കാര്യം സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കട്ടെ. സന്തോഷപൂർവ്വം അറിയിച്ചിട്ട് നിങ്ങൾ CITU AITUC തൊഴിലാളി സംഘടന മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല ഡയറക്ടർ ഓഫ് ഫാംസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CITU ജില്ലാ സെക്രട്ടറി KR രവി ഉദ്ഘാടനം ചെയ്തു.
കോടതി വിധിയിൽപ്പെട്ട തൊഴിലാളികളിൽ നിന്നും മണ്ണുത്തി ക്യാമ്പസിൽ കാഷ്വൽ തൊഴിലാളി നിയമനം നടത്തുക, യൂണിവേഴ്സിറ്റി അധികാരികളുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക, സ്ഥിരം തൊഴിലാളികളിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ച ഒഴിവുകളിലേക്ക് കാഷ്വൽ നിയമനം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. PD റെജി, P സതികുമാർ, ഫ്രാൻസിസ് താടിക്കാരൻ, NE എൽദോ എന്നിവർ നേതൃത്വം നൽകി. പരസ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 11 വർഷം മുൻപ് അപേക്ഷ കൊടുത്ത് യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന എല്ലാ പരീക്ഷകളും പരീക്ഷണങ്ങളും പാസ്സായി തൊഴിൽ ഇന്ന് ലഭിക്കും നാളെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന തൊഴിലാളികളെ പടിക്ക് പുറത്തു നിർത്തുന്ന സമീപനം വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഉന്നതാധികാരികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി ഈ തൊഴിലാളികൾ ഞങ്ങളെ കൂടി ഇതിനകത്ത് പരിഗണിക്കണം, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന പല മേഖലകളിലായി ഉണ്ടായിരുന്ന നാമമാത്രമായ വേതനം ലഭിച്ചിരുന്ന തൊഴിലും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഇവിടെ തൊഴിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി പരീക്ഷയിൽ പങ്കെടുത്തതും ടെസ്റ്റുകളിൽ പാസ്സായതും. അതുകൊണ്ട് ഞങ്ങളെ കൂടി ഇവിടെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർവാഹമില്ലാതെ ആ തൊഴിലാളികൾ ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കാൻ തയ്യാറായി. കേരളത്തിലെ ഏറ്റവും ഉയർന്ന നീതിപീഠമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. കാറ്റിൽ തൊഴിലാളികളായി ആവശ്യമുള്ളിടത്തോളം തൊഴിലാളികളെ ഈ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള തൊഴിലാളികളിൽ നിന്ന് പരിഗണിക്കണം. അത് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ആവശ്യമുള്ള തൊഴിലാളികളെ പരിഗണിക്കണമെന്ന് ഉത്തരവ് ഇട്ടിട്ട് പോലും ഏകദേശം 10 വർഷം കഴിഞ്ഞു. പക്ഷേ തികച്ചും അനങ്ങാപ്പാറ നയമാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ അധികാരികൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അല്പം പോലും അതിശയോക്തി ഉണ്ടായിരിക്കില്ല. അന്നുണ്ടായിരുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന തൊഴിലാളികൾ അവര് വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ മേഖലയിൽ നിന്ന് പിന്മാറാൻ നിയോഗിക്കപ്പെട്ടു. പ്രായാധിക്യം കൊണ്ട് റിട്ടയർ ചെയ്തു പോയവരുണ്ടാകാം, വിവിധ കാരണങ്ങൾ കൊണ്ട് മരണത്തിന് വിധേയപ്പെടേണ്ടവരായി വന്നവരുണ്ടാകാം. അത്തരം ഒരു ഒഴിവുകളും നികത്താതെ ആനപ്പുറത്ത് കയറിയാൽ പിന്നെ പട്ടിയെ പേടിക്കേണ്ടതില്ല എന്ന നാട്ടിലെ ചൊല്ല് ഓർമ്മപ്പെടുത്തുന്നത് പോലുള്ള സമീപനമാണ് ഈ യൂണിവേഴ്സിറ്റിയെ നയിച്ചുകൊണ്ടിരിക്കുന്നവർ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾക്കെതിരെ തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം നടന്നു. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ഉപവാസ സമരം നടന്നത്. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ക്ഷേത്ര സമിതികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുവരുന്നു. ആന എഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ജഡ്ജിമാരുടെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ച് പൂരപ്രേമി സംഘം ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി. മൃഗസ്നേഹി സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഗോപിനാഥൻ എന്ന് സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു. ഗാന്ധിയൻ സമരമാർഗമായ ഉപവാസ സമരത്തോടൊപ്പം പൂരത്തിനുള്ള മേളം, പഞ്ചവാദ്യം തുടങ്ങിയ വാദ്യവിശേഷങ്ങളും അവതരിപ്പിക്കുന്നു. പൂരപ്രേമി സംഘം സെക്രട്ടറി അനിൽകുമാർ മോച്ചാട്ടിലാണ് പരാതി നൽകിയത്. ഭാരവാഹികളായ ബൈജു താഴേക്കാട്ട്, വിനോദ് കണ്ടങ്കാവിൽ, നന്ദൻ വാഗേൽ തുടങ്ങി നിരവധി പൂരാസ്വാദകർ നേതൃത്വം നൽകുന്നു. എങ്കിൽ തൃശ്ശൂരില്ല എന്ന ഒരു ചരിത്ര സംഭവമാണ് നാളിതുവരെ നമ്മൾ കൊണ്ടു നടന്നത്. ഇന്ന് അതിനൊരു മാറ്റം വന്ന് തൃശ്ശൂർ പൂരം നടത്തുന്നതിനൊരു വിഘ്നം വന്നിരിക്കുന്നു. തൃശൂർ ജില്ലാ ബോക്സിംഗ് അസോസിയേഷൻ അനുമോദന യോഗം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പ്യൻ ലിയോ ഡേവിസ് തോട്ട്യാൻ അധ്യക്ഷനായി. GST അഡീഷണൽ കമ്മീഷണർ KJ ജിപ്സൺ മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രി K രാജനും ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ IPSും കായിക താരങ്ങളെ ആദരിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, കൌൺസിലർ റെജീന ജിപ്സൺ, TK വാസു, C സുമേഷ്, ബിജോയ് കബീർ എന്നിവർ സംസാരിച്ചു. ദിനീപ് ദിവാകരൻ സ്വാഗതവും TO ബിൻഡോ നന്ദിയും അറിയിച്ചു.
കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ യൂബർ ടാക്സി ഡ്രൈവർമാരെ CITU, AITUC, BMS, INTUC, HMS സംഘടനയുടെ ടാക്സി ഡ്രൈവർമാർ ഉപദ്രവിക്കുന്നതായി ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് KT സാഹർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കേരള ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് നടത്തുന്ന ആക്രമണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്ത ഗുരുവായൂർ SHOക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി. മോട്ടോർ വാഹന നിയമ ലംഘനത്തിന് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് KJ സാഗർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജിജോ സഖറിയ, PK റോയ്, നവാസ് പൊന്നാനി എന്നിവരും പങ്കെടുത്തിരുന്നു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് മരോട്ടിച്ചാൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. മരോട്ടിച്ചാൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് അരോഷ് TA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ നാലുകണ്ടത്തിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ പൗലോസ് ചെരടായി, ഷാൻസ് പൗലോസ്, പഴം പച്ചക്കറി സഹകരണ സംഘം ഡയറക്ടർ പ്രിയങ്ക സനീഷ് എന്നിവർ പ്രസംഗിച്ചു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CN ബാലകൃഷ്ണൻ അനുസ്മരണം നടത്തി. മുൻ മന്ത്രിയും മുൻ DCC പ്രസിഡന്റും ജില്ലയിലെ ഖാദി സഹകരണ പ്രസ്ഥാനങ്ങളുടെ നെടുംതൂണുമായിരുന്ന CN ബാലകൃഷ്ണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും നടത്തി. മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. ജോണി അരിമ്പൂർ, NM ചന്ദ്രൻ, CV സുമേഷ്, സജീവൻ MJ, ലിസി ജോൺസൺ, പ്രകാശൻ കുളങ്ങര, ജോയ് KG, കരീം ഖാൻ, ഹരി T, അബ്ബാസ് TM എന്നിവർ നേതൃത്വം നൽകി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉത്സവരക്ഷാ സംഗമം ഡിസംബർ 14 തൃശൂരിൽ നടക്കും. കേരളത്തിലെ പൂരം, പെരുന്നാൾ, നേർച്ച ആഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കുന്നാഥൻ ക്ഷേത്രം തെക്കേ ഗോപുര നടയിൽ ഡിസംബർ 14 4 മണിക്ക് ഉത്സവരക്ഷാ സംഗമം നടത്തും.
രമേശ് ചെന്നിത്തല MLA യോഗം ഉദ്ഘാടനം ചെയ്യും. PK ബിജു, K സുരേന്ദ്രൻ, VS സുനിൽകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ വത്സൻ ചമ്പക്കര, AA കുമാരൻ, N സോമൻ, ഹരിദാസ്, പ്രവീൺ കുമാർ എന്നിവർ പങ്കെടുത്തു. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന CN ബാലകൃഷ്ണന്റെ 6ാമത് ചരമവാർഷികം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. SAA ആസാദ്, ബുഷറ റഷീദ്, ഡേവിഡ് സ്റ്റീഫൻ, ജയൻ മംഗലം, ജോണി ചിറ്റിലപ്പള്ളി, KK അബൂബക്കർ, AH സിദ്ദീഖ്, PS രാധാകൃഷ്ണൻ, K കൃഷ്ണകുമാർ, CC വിൻസൻ, NA നാദിറ, KV സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. CN എന്ന് പറയുന്ന രണ്ടക്ഷരം, ആ രണ്ടക്ഷരം തൃശ്ശൂരിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് പ്രശ്നമായപ്പോൾ ഇന്ന് പല നേതാക്കന്മാരും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ അടക്കം പറയുന്നത് CN ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വലിപ്പം, അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി, കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ തന്നെ പ്രത്യേകിച്ച് ഏറ്റവും വംശത അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തന്നെ ചേർത്ത് നിർത്തുന്ന ഒരു അനിതര സാധാരണമായ ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഒരു സ്വഭാവ സവിശേഷം അദ്ദേഹത്തിന്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഇല്ലാതെയാവുമ്പോഴാണ് അത് പ്രസ്ഥാനം. ചാലക്കുടി പ്രസ് ഫോറം ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ പ്രാദേശിക പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും വാർത്താ ചിത്രത്തിനും സ്ത്രീ പുരുഷ വാർത്താ അവതാരകർക്കും ഓൺലൈൻ വാർത്തയ്ക്കുമാണ് പുരസ്കാരം. ജനുവരി 1 മുതൽ ഡിസംബർ 6 വരെ പ്രസിദ്ധീകരിച്ച മികച്ച ഹ്യൂമൻ ഇൻവെസ്റ്റ് സ്റ്റോറിക്കാണ് CK പള്ളി സ്മാരക പുരസ്കാരം. പ്രാദേശിക ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിക്ക് പൗലോസ് താക്കോൽക്കാരൻ സ്മാരക പുരസ്കാരം. മികച്ച വാർത്താ ചിത്രത്തിനും വാർത്താ അവതാരകർക്കും ഓൺലൈൻ മാധ്യമ റിപ്പോർട്ടർക്കും അവാർഡുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ദരിത പ്രസാദ്, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, ട്രഷറർ റോസ്മോൾ ഡോണി, രമേശ്, ഷാലി എന്നിവർ പങ്കെടുത്തു. മുൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികം മാടക്കത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് അധ്യക്ഷനായി. അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും DCC എക്സിക്യൂട്ടീവ് അംഗം TS മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KPCC മെമ്പർ നിഖിൽ ദാമോദരൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി V സുകുമാരൻ മാസ്റ്റർ, VS പ്രദീപ്, P ശ്രീനിവാസൻ, UI അബ്രഹാം, AK ഉണ്ണികൃഷ്ണൻ, ധനീഷ് K ദാസ്, കുമാരി ശശിധരൻ, AR രോഹിത്, സന്തോഷ് വള്ളൂർ എന്നിവർ പ്രസംഗിച്ചു. മറ്റൊരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെന്റ്സ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളം വകുപ്പിന് കീഴിൽ കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി CTI ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ
+2 ബിരുദം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 30 ദിവസത്തെ PSC, UPSC, SSC, ബാങ്ക്, റെയിൽവേ ഒഴിവുകളിലേക്ക് സൗജന്യ മത്സര പരീക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം അപേക്ഷിക്കുന്ന 40 പേർക്കാണ് പ്രവേശനം. ഡിസംബർ 17 മുൻപ് 9747209555 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ 1 വർഷത്തോളമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് കോർപ്പറേഷൻ സെക്രട്ടറി അടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ നടപടി തീർത്തും നിരുത്തരവാദപരമാണെന്ന് FTU ശക്തൻ പച്ചക്കറി മാർക്കറ്റ് പ്രസിഡന്റ് PM ഷാജഹാൻ പറഞ്ഞു. പൈപ്പ് ശരിയാക്കി ജലം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കിയില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധമുണ്ടാകും. K. മുരളി, CV തോമസ്, KK മുരളി എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. വാട്ടർ അതോറിറ്റി, കോർപ്പറേഷൻ എല്ലാവരെയും വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷേ ഇത് ശരിയാക്കാൻ ഇതുവരേക്കും ആരും വന്നിട്ടില്ല. 1 വർഷത്തിലധികമായി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർത്തും നിരുത്തരവാദപരമായ സമീപനമാണ് കോർപ്പറേഷൻ്റേത്. അതിശക്തമായ പ്രതിഷേധമാണ് ഇതിൽ ഞങ്ങൾ അറിയിക്കുന്നത്. ഇവരുടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലാണെങ്കിൽ അവർ നേരാക്കാതെ, അത് ശരിയാക്കാതെ അവർ ജോലിക്ക് പോലും വരികയില്ല. പക്ഷേ ഇവിടെ വെള്ളം ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷത്തിലധികമായി വെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷന് വിവരം പറഞ്ഞിട്ടൊന്നും അവർ ശരിയാക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കുകയും ഇത് ശരിയാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം കോർപ്പറേഷനിലേക്ക് അതിശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ വരുമെന്ന് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ഡോക്ടർ ഹരിശങ്കർ എഴുതിയ പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡിസംബർ 13 5 മണിക്ക് ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിക്കും. മഹാകവി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ സ്മാരക അവാർഡ് TN പ്രതാപന് ഗവർണർ സമ്മാനിക്കും. VR സുനിൽകുമാർ MLA, S ശർമ്മ, TK ഗീത, VS ദിനൻ, TS സജീവൻ, VM ജോണി എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ UT പ്രേംനാഥ്, PB മുരളീമോഹൻ, NH സാംസൺ എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. രാവിലെ 11:30യോടെയാണ് സംഭവം. AC കമ്പാർട്ട്മെന്റിനുള്ളിലെ ശുചിമുറിക്ക് സമീപത്ത് നിന്നാണ് 5 പൊതികളിലായി 5 കിലോ 200 ഗ്രാം കഞ്ചാവ് കണ്ടത്. വടക്കാഞ്ചേരി എക്സൈസും റെയിൽവേ പോലീസും സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പ്രതികൾക്കു വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലമുറകൾ കൈമാറി പിന്നാലെ വരുന്നവർക്കായി ഏൽപ്പിച്ചു കൊടുക്കാൻ കാലം സമ്മാനിച്ചതാണ് പ്രകൃതിയെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്ക് 2ാം ഘട്ട നിർമ്മാണം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. CITU AITUC മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല തൊഴിലാളികൾ ഡയറക്ടർ ഓഫ് ഫാം ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുൻ മന്ത്രി CN ബാലകൃഷ്ണൻ അനുസ്മരണ ദിനം വിവിധ കോൺഗ്രസ് കമ്മിറ്റികൾ സമുചിതമായി ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.